بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم يجيء القرآن يوم القيامة فيقول يا ربي حله فيلبس تاج الكرامة ثم يقول يا رب زده فيلبس حلة الكرامة ثم يقول يا ربي يرضى عنه فيقال له يقرأ ورق ويزاد بكل آية حسنة. മുസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഖുർആൻ ഹാജരാകും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഖുർആൻ ഓതിയവർക്ക് വേണ്ടിയിട്ട്, രക്ഷിതാവേ, അവന് നീ സമ്മാനമായിട്ട് അവന് അണിയിച്ചു കൊടുക്കുക. അപ്പോൾ അവന് ഒരു കിരീടം, ആദരവിൻ്റെ ഒരു കിരീടം അവന് വെച്ച് കൊടുക്കും. അപ്പോൾ വീണ്ടും ഖുർആൻ പറയും, കുറച്ചുകൂടി അധികം നൽകുക. അപ്പോൾ ആദരവിൻ്റെ ഒരു മേൽവസ്ത്രം അവന് ധരിപ്പിക്കപ്പെടും. സുമയക്കൂർ വീണ്ടും ഖുർആൻ പറയും, യാ റബ്ബി ഇർള അൻഹു, അള്ളാഹുവേ, രക്ഷിതാവേ, അവനോട് നീ തൃപ്തിപ്പെടണമേ, നിൻ്റെ തൃപ്തി അവനിൽ ഉണ്ടാകണമേ. അപ്പോൾ അവനോട് പറയപ്പെടും, നീ ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗീയ പടവുകൾ കയറിപ്പോയിക്കൊള്ളുക. ഓരോ ആയത്ത് അനുസരിച്ച് ഓരോ നന്മ, ഒരു ഹസനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വേറൊരു ഹദീസിൽ സല്ലല്ലാഹു പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും അന്ത്യനാളിൽ അതിൻ്റെ ആളുകൾക്ക് ശുപാർശകനായിട്ട് ഖുർആൻ രംഗത്ത് വരും. ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. തല യത്തുലു എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിനെ പിന്തുടരുക എന്നർത്ഥമുണ്ട്. അഥവാ ഖുർആനിക വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടുക ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഖുർആനിലും ഹദീസിലും വലിയ പ്രതിഫലങ്ങളും സന്തോഷ വർത്തമാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സൂറത്ത് സ്വാദ് 29 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. അള്ളാഹു നിനക്ക് അവതരിപ്പിച്ച ഈ അനുഗ്രഹീത ഗ്രന്ഥം അതിലെ സൂക്തങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുവാനും ബുദ്ധിയുള്ളവർക്ക് ഉത്ബോധനമായും കൊണ്ടുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ വെറുതെ ഒരു അധരവ്യായാമം നടത്താൻ വേണ്ടി അല്ല എന്നർത്ഥം. സൂറത്തുൽ അൻഫാലിൽ 2 ആയത്ത് ഇങ്ങനെയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഹൃദയം പ്രകമ്പിതമാകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവൻ്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അവർ തങ്ങളുടെ നാഥനിൽ പരമേൽപ്പിക്കുകയും ചെയ്യും. സൂറത്ത് സുമർ 23 ആയത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء. അത്യുത്കൃഷ്ട വചനങ്ങളാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഘടകങ്ങളൊക്കെ പരസ്പരം ചേർന്നതും വിഷയങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കപ്പെട്ടതുമാണ്. അത് കേൾക്കുമ്പോൾ റബ്ബിനെ, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ജനങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകും. അനന്തരം അവരുടെ ശരീരങ്ങളും മനസ്സുകളും തരളിതമായി അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് ഉന്മുഖമാവുന്നു.
ഇതാണ് അള്ളാഹുവിൻ്റെ സന്മാർഗം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ആ സന്മാർഗത്തിലേക്ക് ആനയിക്കുന്നു. സൂറത്ത് ഫാത്തിർ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയത്തൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, നമസ്കാരം നിലനിർത്തുകയും അതുപോലെ നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം ഭവിക്കാത്ത ഒരു വ്യാപാരത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറഞ്ഞു, മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ഷൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന സലാത്തിൽ ഫജ്രി വസലാത്തിൽ ളുഹ്രി കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ. ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ഹിസ്ബ് അല്ലെങ്കിൽ കുറച്ച് ഭാഗം സുബ്ഹിനും ദുഹറിനും ഇടയിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ രാത്രി മുഴുവൻ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടും. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു റമദാനല്ലാത്ത മാസങ്ങളിൽ ആഴ്ചതോറും ഖുർആൻ പൂർണ്ണമായും ഓതിയിരുന്നു. റമദാനിലാകട്ടെ 3 ദിവസത്തിലൊരിക്കൽ അദ്ദേഹം റമദാൻ പൂർണ്ണമായും ഓതുമായിരുന്നു. തമീം, അഅ്മശ് എന്നീ സഹാബികൾ 7 ദിവസത്തിലൊരിക്കൽ അവർ ഖുർആൻ മുഴുവനും ഓതുമായിരുന്നു. ഉബയ്യ് റളിയല്ലാഹു അൻഹു 8 ദിവസങ്ങളിലൊരിക്കലും, അൽഖമ റളിയല്ലാഹു അൻഹു 5 ദിവസത്തിലൊരിക്കലും ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. ഖുർആൻ ഓതുക എന്നത് മഹത്തായ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ്. മുസഫർ പറഞ്ഞ അഫ്ദലുൽ ഇബാദത്തി അൽ ഖുർആൻ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഖുർആൻ പാരായണം. ഈ ഖുർആൻ പാരായണം കൊണ്ട് ഒരുപാട് ദുനിയവും ആഖിറവുമായി ബന്ധപ്പെട്ട ഒരുപാട് സൽഫലങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട്. അതിൽ പരലോകത്ത് പദവികൾ വർദ്ധിപ്പിക്കുന്നു ഈ ഖുർആൻ പാരായണം മൂലം. നന്മകൾ അധികരിപ്പിക്കുന്നു. വിശ്വാസകാര്യങ്ങളിൽ, അതായത് അള്ളാഹുവിലും പരലോകത്തും പ്രവാചകന്മാരിലും ഒക്കെ ഉള്ള ആ വിശ്വാസ കാര്യങ്ങളിൽ ദൃഢത ഉണ്ടാകുന്നു. ഹൃദയത്തിന് വിശാലത ഉണ്ടാകുന്നു. മനസ്സമാധാനവും ശാന്തിയും ലഭിക്കുന്നു. ടെൻഷനും ദുഃഖവും അകറ്റുന്നു. ദീനിൽ നല്ല അവഗാഹവും ഉൾക്കാഴ്ചയും ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരുപാട് സൽഫലങ്ങൾ ഈ ഖുർആൻ പാരായണത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഖുർആനിലെ ഒരു ഹർഫ് ഓതിയാൽ 10 നന്മയുണ്ടെന്ന് ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഖുർആനിൽ 3,11,251 അക്ഷരങ്ങൾ ആണുള്ളതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഥവാ ഒരു ഖത്മ് തീർക്കുകയാണെങ്കിൽ ആ സംഖ്യയുടെ 10 ഇരട്ടി പ്രതിഫലമായിരിക്കും അയാൾക്ക് ലഭിക്കുക എന്നർത്ഥം. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതെല്ലാം വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ്. അങ്ങനെ ആയിരുന്നാലും നിത്യവും ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.